മുഖ്യമന്ത്രിയുടെ മിഷൻ 110 ഏറ്റെടുത്ത് CPM മന്ത്രിമാരും ഘടകകക്ഷികളും ശുഭപ്രതീക്ഷയെന്ന ബിനോയ് വിശ്വം. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം ചെറിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഇന്ന് വന്നു. അതേസമയം തന്നെ NDA ഇനി 210 സീറ്റ് പറയുമായിരിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം കേൾക്കേണ്ടിയും വന്നു. അപ്പോൾ കേരളത്തിലെ 110 എന്ന സംഖ്യ ഇട്ടുകൊണ്ടുള്ള LDFിന്റെ മുഖ്യമന്ത്രിയുടെ നീക്കം അത് എത്രത്തോളം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും, അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മാധു സജിയും EV ഉണ്ണികൃഷ്ണനും ചേരുകയാണ്. മാധു, ഇന്നലെ വൈകിട്ടാണ് പിണറായി വിജയന്റെ ഈ മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് നമ്മളിങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നതായി നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് നമ്മൾ കേട്ടതാണ് 100 എന്ന UDFിൻ്റെ ആ ഒരു മുന്നോട്ട് വെക്കുന്ന ആ ഒരു സംഖ്യ. അപ്പോൾ ഈ 110 എന്നത് അണികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സംഖ്യയാണോ, അതല്ല അതിനപ്പുറത്തേക്ക് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ മുന്നിലേക്ക് ഒരുപാട് ഡേറ്റാസ് ഓരോ തിരഞ്ഞെടുപ്പിൻ്റെ ശേഷവും താഴെത്തട്ടിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം അമിതമായത് കടന്നുപോയൊരു സംഖ്യയാണോ ഇത്? അല്ല, 99 സീറ്റ് നേടാൻ കഴിഞ്ഞൊരു പാർട്ടിക്ക് 110 സീറ്റ് എന്ന് പറയുന്നത് കടന്നുപോയൊരു ആത്മവിശ്വാസമാണെന്ന് അറിയില്ല. പക്ഷെ 10 വർഷം ഭരിച്ചതിന് ശേഷം സർക്കാർ നോക്കൂ, ഇപ്പം വയനാട്ടിൽ പ്രഖ്യാപനം വരുമ്പോൾ 100 സീറ്റുകൾ വരുമെന്ന് പറയുന്നു. VD സതീശൻ പറയുന്നു, അതിന് തൊട്ട് പിന്നാലെ ഗോവിന്ദമാഷ് പറയുന്നു 100 പൊട്ടും എന്ന് പറയുന്നു. ശേഷം മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഇത്രയും അധികം സീറ്റുകളുള്ള ഒരു മുന്നണി ഭരിക്കുമ്പോൾ അതിൽ കുറവ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം 100 UDF പറഞ്ഞാൽ 110, അതെ 10 കയറ്റി പിടിക്കാൻ 110 LDF എന്ന് പറയുന്നുള്ള. ഇപ്പം നോക്കൂ, പിണറായി വിജയൻ ഇങ്ങനെയല്ലാതെ പറയാൻ കഴിയുമോ? പിണറായി വിജയനെ മന്ത്രിമാരെ അഭിസംബോധന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ, അണികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞതിൽ നിന്ന് കുറച്ച് താഴോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. അതൊരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ VD സതീശൻ 100 എന്ന് പറയുന്നത് അണികളെ അഭിസംബോധന ചെയ്യാനും സംഘടനാ സംവിധാനത്തെ ശക്തമാക്കാനും തന്നെയാണ്. 100 സീറ്റുകൾ എന്ന നിലയ്ക്ക് എണ്ണി പറയുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന സീറ്റുകൾ പിടിക്കും എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഒരു സംഖ്യ പറയുകയാണ്. അത് അവരുടെ ഒരു മിഷൻ എന്ന നിലയ്ക്ക് അവർ ലക്ഷ്യമിടുന്നത് എന്ന നിലയ്ക്ക് LDFനെയും UDFനെയും കണ്ടാൽ മതി എന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്കൂ, 10 സീറ്റുകൾ അധികം നേടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പിണറായി വിജയൻ മുന്നിൽ കാണുന്നുണ്ട് എങ്കിൽ അതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറയുന്നുണ്ടെങ്കിൽ 10-60 സീറ്റുകളെങ്കിലും, ഇപ്പോൾ സിറ്റിംഗ് MLA-മാരുള്ള 10-60 സീറ്റുകൾ ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് എന്ന് വെക്കുക. നേരിയ മാർജിനിൽ മാത്രം നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സംവിധാനം, ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മന്ത്രിമാരോടടക്കം നിർദ്ദേശം നൽകിയും കഴിഞ്ഞു. CPMന്റെ സംഘടനാ സംവിധാനത്തെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള അവമതിപ്പൊന്നുമില്ലല്ലോ. സംഘടനാ സംവിധാനം സർക്കാരിനെ കുറിച്ചും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് പോലും അതാത് നേരത്തെ സൂചിപ്പിച്ചില്ല. സിറ്റിംഗ് MLA-മാർ, CPMന്റെ സിറ്റിംഗ് MLA-മാർ CPയുടെ ഒക്കെ ചേരുമ്പോൾ അവരൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ആ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു അവമതിപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ പ്രചരിപ്പിക്കണം എന്ന് ഇന്ന് മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പ്രചരിപ്പിക്കുക എന്ന് എനിക്കും സംശയമുണ്ട്. അപ്പൊ പ്രചരിപ്പിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ഓൾറെഡി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് സാധ്യമാകുന്നുള്ളത് പറയട്ടെ അല്ലേ? അവിടെയാണ് CPM കാണുന്ന ഒരു ആത്മവിശ്വാസം. എന്താണ് CPMനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എനിക്കൊന്ന് 1 മാസം മുമ്പ് നടത്തിയ ആ ഒരു ക്ഷേമ പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പ്രായോഗിക തലത്തിലേക്ക് എത്തുകയാണ്. കാരണം അടുത്ത മാസമൊക്കെ തന്നെ ആളുകൾക്ക് ആ ക്ഷേമ പ്രവർത്തനത്തിന്റെ ഇമ്പാക്റ്റ് വന്ന് അനുഭവിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഇനി അടുത്ത ഒരു ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. ബഡ്ജറ്റ് ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഒരുപാട് പ്രഖ്യാപനങ്ങളിലേക്ക് പോകുമ്പോൾ ഇനിയും വളരെ സംബന്ധിച്ചൊരു സസ്പെൻസ് ഈ സർക്കാർ കയ്യിൽ വെച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു സംഖ്യയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ഈ ചൂണ്ടുവരൽ? ഇതിൽ ഒന്നാമത്തെ കാര്യം, VD സതീശൻ്റെ 100-ഉം പിണറായി വിജയൻ്റെ 110-ഉം രണ്ടും ഒരു സ്വപ്ന സംഖ്യയാണ്, ഒരു മോഹമാണ്. 40 ഉണ്ട് BJP എത്രയാണ് അവരുടെ ലക്ഷ്യം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതെ, സുരേന്ദ്രൻ 35 പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എത്രയാണ് ലക്ഷ്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തായാലും രണ്ടുപേരുടെ മോഹങ്ങളാണ് നമ്മുടെ ചരിത്രത്തിൽ. ഇങ്ങനെ ഒരു ഭൂരിപക്ഷത്തിൽ 110-ൻ്റെ ഒക്കെ ഭൂരിപക്ഷത്തിൽ സമയകാലത്തൊന്നും ആരും വന്നിട്ടുമില്ലല്ലോ. അപ്പം പിന്നെ അതല്ല വിഷയം. ബത്തേരിയിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പിന് ശേഷം UDF ക്യാമ്പിലുണ്ടായ ഒരു ഉണർവുണ്ട്. അത് UDFനാകെയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും നൽകിയ ഒരു ഊർജ്ജമുണ്ട്. അതിന് സമാനമായ രീതിയിൽ LDF ക്യാമ്പും ഉണരണം. LDF ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന ഫീല് 110 പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ളതല്ല, 110 പ്രഖ്യാപിച്ചതിന് ശേഷമുള്ളതെന്ന് നമുക്ക് ഇന്നത്തെ പ്രതികരണം കണ്ടാൽ മനസ്സിലാകും. കാരണം ഇന്ന് LDF ക്യാമ്പ് ഒന്നാകെ മുഖ്യമന്ത്രിയുടെ 110-നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ഊഴമാണെന്ന രീതിയിൽ ഇനി ഈ എനർജി എല്ലാ അണികളിലേക്കും എത്തണം. അത് തന്നെയാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചിലയിടങ്ങളിലെങ്കിലും ഉയർന്നു വന്നല്ലോ. ഇനി കൂടുതൽ നേതാക്കൾ മത്സര രംഗത്തേക്ക് വരുമോ? ഇടതുപക്ഷത്തിന് മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ? ഇല്ല, ഞാൻ തന്നെയാണ് 3-ാം ഊഴത്തിന് ഇറങ്ങുന്നത് എന്ന് പിണറായി വിജയൻ പറയാതെ പറയുന്നുണ്ട് 110-ൽ. അങ്ങനെ രണ്ട് മുന്നണികളും ശക്തമായി കളത്തിലേക്ക് ഇറങ്ങി എന്നത് തന്നെയാണ് 100-ഉം 110-ഉം വ്യക്തമാക്കുന്നത്. ഇനി
ഇവരുടെ ഈ മോഹങ്ങളും സ്വപ്നങ്ങളും മാറ്റി നിർത്തിയാൽ ഞാൻ വിചാരിക്കുന്നത് ഇത് തുല്യമായി രണ്ട് ശക്തികളുടെ തുല്യ ശക്തികളുടെ ശക്തമായ പോരാട്ടം എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ആ എലമെൻസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ മറ്റ് സാമുദായികമായിട്ടുള്ള ഘടകങ്ങൾ അവിടെ ഒരു വല്ലാത്തൊരു അപഭ്രംശം CPM-ന് സംഭവിച്ചു എന്ന വിമർശനം ശക്തിപ്പെടുമ്പോഴാണ് ഈ പറയുന്ന AK ബാലൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ. അതിനോട് ഇന്ന് MP ഗോവിന്ദൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ CPM ഈ സാമുദായിക സമവാക്യങ്ങളെ ഇനി മറ്റേതെങ്കിലും തരത്തിൽ വേണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നാളെ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് CPM-ന് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മറുവശത്തുണ്ടാകുന്ന ന്യൂനപക്ഷ ഏകീകരണങ്ങൾ അതൊക്കെ CPM-നെ സംബന്ധിച്ച് അതിനൊക്കെ ഓൾട്ടർനേറ്റീവ് CPM ഈ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും സൂക്ഷ്മമായി കരുതി വെക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളിയെ ഒരുപക്ഷെ CPM ഇനി തള്ളി പറഞ്ഞേക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം ഒരു സംഭവം കൊണ്ട് പരമാവധി ഡാമേജ് ആയി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു സമീപകാല പ്രവണതയുണ്ട്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ഡാമേജ് ഒന്നും വരാനില്ല, എല്ലാം വന്നു കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലൊരു നേരായ നിലപാട് ഇപ്പോൾ പാരഡിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പരമാവധി ഡാമേജ് വരുന്നത് വരെ കേസ് കൂട്ടമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പരമാവധി ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു എന്ന് പാർട്ടിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ തള്ളി പറയാനുള്ള സാധ്യതയുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ പല ഇക്വേഷൻസ് മാറാൻ, അതായത് മുഖ്യമന്ത്രിയുടെ സമീപനത്തിലടക്കം കാഴ്ചപ്പാടിലടക്കം പ്രവർത്തന ശൈലിയിലടക്കം ചില മാറ്റങ്ങൾ വന്നേക്കും എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, കേരളത്തിലെ ജനതയെ 10 വർഷക്കാലത്തിന് ശേഷം 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ശൈലി മാറ്റം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ പുതിയൊരു ബോധ്യം വരുത്താൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രതീക്ഷ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്ത മാസം മുതൽ സ്ത്രീകളുടെ കയ്യിലേക്ക് ഈ ഒരു പെൻഷൻ തുക എത്തുകയാണ് എന്ന് വിചാരിക്കാം. തൊഴിലില്ലാത്തവരുടെ കൈകളിലേക്ക് ഈ പുതുതായി പ്രഖ്യാപിച്ച പെൻഷൻ തുക എത്തുകയാണെങ്കിൽ ഒരു മാറ്റം അടിത്തട്ടിൽ ദൃശ്യമാവുകയാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. പിന്നെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു ഇടക്കാല ബജറ്റ് എന്നതിനപ്പുറത്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ പോലും പക്ഷെ അപ്പോഴും MM മണിയുടെ അടക്കം പ്രഖ്യാപനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. തദ്ദേശത്തിൽ ഈ ജനകീയ പ്രഖ്യാപനങ്ങൾ ഏറ്റതുമില്ല. അതിന് തൊട്ട് മുമ്പാണല്ലോ വലിയ വാർത്താ സമ്മേളനം വിളിച്ച് ബജറ്റിന് തുല്യമായ തരത്തിലുള്ള ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. പക്ഷെ അത് ഏറ്റില്ല. ഈ ബജറ്റ് വരുമ്പോൾ അതെങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നറിയില്ല. തീർച്ചയായും അതാണ് ഈ അവസാനം. അതായത് ഈ 3 മാസം എന്നൊരു വലിയ സമയമൊന്നുമല്ല മലയാളിയെ സംബന്ധിച്ച്. ഒരു മാറ്റം ആ മാനസികമായിട്ട് വേണമെങ്കിൽ മാറാവുന്ന സമയമാണ്. അവിടെയാണ് ചോദിച്ചാൽ മലബാറിലൊക്കെ ഉണ്ടായത് ന്യൂനപക്ഷങ്ങളുടെ ഈ CPM-ന് ഒരു കാലത്തും അങ്ങ് അല്ലെങ്കിൽ അങ്ങ് പറിച്ചു പോയിട്ടില്ല ഈ ന്യൂനപക്ഷങ്ങൾ അല്ലെ അവരൊക്കെ. അപ്പോൾ CPM-ന് വീണ്ടും സമീപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സമസ്ത ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സമവാക്യങ്ങൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? CPM-ന്റെ സമവാക്യങ്ങളിലും നിലപാടുകളിലേക്ക് ചെറിയ നിലപാടുകളിൽ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ CPM തള്ളിപ്പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണം CPM-ന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ ഒരു വോട്ട് ഷിഫ്റ്റ് നടക്കുന്ന ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഘടകം. മറ്റൊന്ന് മലബാറിലെ മുസ്ലിം വോട്ടുകൾ. ഈ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കാലമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ്. അതിലൊരു പങ്ക് എന്തായാലും CPM-ന് വേണം, അത് വാങ്ങിയെടുക്കണം. അതിനാവശ്യമായ സ്ട്രാറ്റജികൾ ഒരുപക്ഷെ CPM-ന് നടത്തിയേക്കാം. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബോഡി ലാംഗ്വേജിൽ മൊത്തത്തിൽ ആളുകൾ മാറും, നന്നായി ചിരിക്കും. മുഖ്യമന്ത്രി ഇനിയും മാധ്യമങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും. ഇന്ന് 5 മണിക്ക് കാണുന്നുണ്ട്. പ്രകോപനപരമായ ചോദ്യങ്ങളിൽ നിന്ന് കുറച്ച് ചിരിച്ചൊക്കെ ഒഴിഞ്ഞു മാറി കുറച്ച് ജനങ്ങളുമായിട്ട് പ്രാദേശിക നേതൃത്വത്തിന് ഉൾപ്പെടെ ഒരു അധികാരവും അഹങ്കാരവും ഒക്കെ വന്നു എന്നുള്ളതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ നിന്ന് വിലയിരുത്തിയപ്പോൾ പാർട്ടിക്ക് മനസ്സിലാക്കിയത്. 3 മാസം കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാമല്ലോ. 35 സീറ്റ് എന്നുള്ളതാണ് കോൺഗ്രസ് CPM-ന് എതിരെ പറയുന്ന CPM-ന്റെ ഒരു സംഖ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KJ എന്തൊരു പോസ്റ്റ് ഇട്ടു, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ CPM-ന് കിട്ടിയ സീറ്റുകളുടെ വെച്ചിട്ട് അവസാനത്തെ നമ്പർ പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ VT ബൽറാം അടക്കമുള്ളവർ അത് പങ്കുവച്ചിട്ടുണ്ട്. VT ബൽറാം പങ്കുവെക്കുമ്പോൾ 35 എന്നുള്ളതാണ്. 3 വരെ ജയന്ത് പ്രെഡിക്റ്റ് ചെയ്തു, അതിനുശേഷം 5 എന്ന് പറഞ്ഞ് VT ബൽറാം അത് പങ്കുവെച്ചു. 30കളിൽ ഒതുങ്ങും CPM എന്നാണ് കോൺഗ്രസ് പറയുന്നത്. തീർച്ചയായും അപ്പോൾ 100 അല്ല 110 ഈ പറയുമ്പോൾ കയറ്റി പറയാം. പക്ഷേ കടുത്ത പോരാട്ടത്തിലേക്ക് കേരളം പോകുമെന്നുള്ള കാര്യം തീർച്ചയായും. അതാണ് ഈ പറയുന്ന ഈ സംഖ്യ 110. ആ സംഖ്യ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച സംഖ്യയാണ്. അതാണ് ഘടകകക്ഷികൾ ഏറ്റെടുക്കുന്നത്, മന്ത്രിമാർ ഏറ്റെടുക്കുന്നത്, പാർട്ടി അണികൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ കേരളം ഒരു ഇലക്ഷൻ മൂഡിലേക്ക് കടക്കുന്നു എന്ന് വ്യക്തമാണ്.